അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹിഫ്ള് മദ്രസകൾക്ക് അവരുടെ കുട്ടികളുടെ പാഠങ്ങളുടെ റിപ്പോർട്ടുകൾ മറ്റ് കാര്യങ്ങളൊക്കെ ശേഖരിക്കാനും അത് രക്ഷകർത്താക്കളെ അറിയിക്കാനും വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്പാണ് ലിദ്ദിക്ർ എന്നത്. ഈ ഒരു ആപ്പ് ഏകദേശം വർക്ക് പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് ഉടനെ പ്ലേ സ്റ്റോറിൽ ഇടാൻ സാധിക്കും. ഇതിൽ എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അടിസ്ഥാനപരമായിട്ട് ഇതിൽ 3 രീതിയിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. 1 മാനേജ്മെൻറ്റ്, 2 ടീച്ചർ, 3 പേരൻറ്റ്. മാനേജ്മെൻറ്റ് ആ മദ്രസയിലെ മുഴുവൻ കാര്യങ്ങളും ആപ്പിലുള്ള മുഴുവൻ സൗകര്യങ്ങളും പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിക്കും ആ മദ്രസയുമായി ബന്ധപ്പെട്ട്. ടീച്ചറിന് സ്വന്തം ക്ലാസ്സിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും മറ്റും സാധിക്കും. പേരൻറ്റിന് സ്വന്തം കുട്ടിയുടെ റിപ്പോർട്ടുകൾ കാണാൻ മാത്രമാണ് ഈ ആപ്പിലൂടെ സാധിക്കുക. ഇതിൽ ടീച്ചറിൻ്റേതും പേരൻറ്റിൻ്റേതും പൂർണ്ണമായും ഫ്രീ ആണ്. മാനേജ്മെൻറ്റ് ഒരു മദ്രസ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതോടെ ഈ ആപ്പിലേക്ക് പുതിയൊരു മദ്രസ ചേർക്കുകയാണ്. അതിന് കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ചെറിയൊരു എമൗണ്ട് പേ ചെയ്യേണ്ടതുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ ഓരോ കാര്യങ്ങൾ തുടക്കം മുതലൊന്ന് നോക്കി ആപ്പിലുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യം ഫുൾ നെയിം നൽകണം. ഉദാഹരണത്തിന് മാനേജർ എന്നൊരു പേര് നൽകുന്നു. മദ്രസയുടെ പേര് നൽകണം. ഉദാഹരണത്തിന് മദ്രസ എന്ന് നൽകി. മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID നൽകുക. അതിൽ വരുന്ന OTP ഉപയോഗിച്ചാണ് മുന്നോട്ട് ലോഗിൻ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഒരു ഇമെയിൽ ID നൽകി, പിന്നെ OTP നൽകാനുള്ള പേജാണ്. ഇവിടെ OTP നൽകി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് അപ്രൂവൽ പേജാണ്. ഇത് മാനേജ്മെൻറ്റ് അപ്രൂവൽ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ അതിൽ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ ഈ മദ്രസയുടെ അക്കൗണ്ട് അപ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റിൻ്റെ അക്കൗണ്ട് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് പേജ് വരിക. ഇതിൽ താഴെ എഡിറ്റ് ബട്ടണിൽ നിന്ന് ഓപ്പണായി വരുന്ന ഷീറ്റാണ് ആദ്യമായി ആപ്പ് തുറക്കുമ്പോൾ അത് ഓപ്പണായി തന്നെയാണ് വരിക. ഈ ഷീറ്റിലുള്ള ഓപ്ഷൻസ് ക്ലാസ് ചേർക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ പേര് മാറ്റുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനെ 3 കാര്യങ്ങളാണുള്ളത്. ഇതുപയോഗിച്ചാണ് നമ്മുടെ മദ്രസയുടേതനുസരിച്ച് ക്ലാസ്സുകൾ സെറ്റ് ചെയ്യേണ്ടത്. ഇത് മാനേജ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ക്ലാസ്സുകളുടെ പേജ് മാനേജ്മെൻറ്റിന് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ക്ലാസ്സുകൾ സെറ്റ് ചെയ്യേണ്ടതാണ്. അതിൽ ഒരു ക്ലാസ്സിനെ ആഡ് ചെയ്തു, ക്ലാസ്സിൻ്റെ പേര് കൊടുത്തു, അങ്ങനെ സേവ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പുതിയൊരു ക്ലാസ് ആ കൂട്ടത്തിൽ ചേർന്നതായി കാണാം. ഇനി ഒരു ക്ലാസ്സിൻ്റെ പേര് മാറ്റുകയാണ്. റീനെയിം എന്നതെടുത്തിട്ട് പേര് മാറ്റി, അപ്പോൾ ആ ലിസ്റ്റിൽ പേര് മാറും. ഇനി ഒരു ക്ലാസ് റിമൂവ് ചെയ്യുകയാണ്, ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ തിരഞ്ഞെടുത്ത ക്ലാസ് ഡിലീറ്റ് എന്നത് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ ഡിലീറ്റ് ആകും. ഈ രീതിയിൽ നമ്മുടെ മദ്രസയുടെ ക്ലാസ്സുകൾ നമുക്കിതിൽ സെറ്റ് ചെയ്യാം. ഇനി പിന്നീട് ഒരു ക്ലാസ് ഡിലീറ്റ് ചെയ്താൽ അതിലെ മുഴുവൻ കാര്യങ്ങളും പോകുന്നതാണ്. അടുത്തതായിട്ട് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ മാനേജർ എന്ന് മുകളിൽ കാണുന്ന ഭാഗം അത് പ്രൊഫൈലിൻ്റെ ഭാഗമാണ്. പിന്നെ മദ്രസ കലണ്ടർ, അപ്രൂവൽ, ഇതൊക്കെയാണുള്ളത്. പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഫുൾ നെയിം കാണിക്കും. മാനേജർ എന്നതാണ് ഫുൾ നെയിം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ റോള് കാണിക്കും. മാനേജ്മെൻറ്റ് എന്നതാണ് റോള്. ഇനി ടീച്ചറോ പേരൻ്റോ ആണെങ്കിൽ അത് കാണിക്കും. ശേഷം ഇമെയിൽ ID കാണിക്കും. ശേഷം മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണെങ്കിൽ വേണമെങ്കിൽ ഇമെയിൽ ID ചേർക്കാൻ സാധിക്കും. ശേഷം മദ്രസയുടെ പേര് കാണിക്കും. അതിനുശേഷം ഒരു 6 അക്ക കോഡ് കാണിക്കുന്നുണ്ട്. ഈ കോഡാണ് പിന്നീട് അഡ്മിനുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിലും ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ഒരു 6 അക്ക കോഡാണ് ഇതിലുള്ളത്. ഇതിന് താഴെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്യുകയും ശേഷം കൺഫേം ചെയ്യുകയും ചെയ്താൽ ആ അക്കൗണ്ട് ഡിലീറ്റ് ആകുന്നതാണ്. പിന്നെ അങ്ങനെ ഒരു അക്കൗണ്ട് ആ ഒരു യൂസർ ഇല്ലാതാകും ആപ്പിൽ നിന്നും. രണ്ടാമത് മദ്രസ കലണ്ടറാണ് സെറ്റിങ്സിലുള്ളത്. മദ്രസ കലണ്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലീവുകൾ, എക്സാമുകളുടെയൊക്കെ ദിവസങ്ങൾ അതിൽ സെറ്റ് ചെയ്താൽ മുഴുവൻ കുട്ടികളുടെയും കലണ്ടറിൽ അതനുസരിച്ച് മദ്രസയുടെ മുഴുവൻ കാര്യങ്ങളും ആലോചിക്കാൻ സാധിക്കും. അതിൽ ദിവസങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട്
മദ്രസ ലീവ്, സ്പെഷ്യൽ ലീവ്, എക്സാം എന്നതൊക്കെ തിരഞ്ഞെടുക്കാം. അതുകൂടാതെ മുകളിൽ 3 സെറ്റിങ്സ് ഉണ്ട്. ഒന്ന് വീക്കെൻഡ് റൂള്. ഇത് ഓണാക്കിയാൽ ഒരു ദിവസം ആഴ്ചയിലെ അവധിയായി വരും. അത് വെള്ളിയോ ഞായറോ ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്ത് ആ ദിവസം അവധിയാണ്. അതായത് അന്ന് റിപ്പോർട്ട് ഇട്ടില്ലെങ്കിലും റിപ്പോർട്ട് ഇട്ടില്ല എന്നൊരു കാര്യം വരികയില്ല. ഇനി വേണമെങ്കിൽ റിപ്പോർട്ട് ചേർക്കാവുന്നതുമാണ്. ആ രീതിയിൽ ഒരു വീക്കെൻഡ് ഡേ സെറ്റ് ചെയ്യുക. രണ്ടാമത്തത് അക്കാഡമിക് ഇയർ ആണ്. അതായത് നമ്മുടെ അധ്യയന വർഷം ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണെന്ന് സെറ്റ് ചെയ്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വർഷം തീരുമാനിക്കപ്പെടുകയും അതനുസരിച്ച് ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ മന്ത്ലി ഫീസ് ട്രാക്കിംഗ് ആണ്. ഇത് ഓഫാണെങ്കിൽ ഫീസിനെ കുറിച്ച് ഒന്നും കാണിക്കുകയില്ല. ഇത് ഓണാക്കിയിട്ട് ഏത് ദിവസമാണ് ഫീസിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് സെലക്ട് ചെയ്താൽ ആ ദിവസം പുതിയ മാസത്തെ ഫീസിൻ്റെ ഡീറ്റെയിലുകൾ കാണിക്കും. അത് കുട്ടികളുടെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫീസുമായി ബന്ധപ്പെട്ട കാര്യം രക്ഷകർത്താക്കൾക്ക് അതിൻ്റെ അറിയിപ്പ് ലഭിക്കുകയും ചെയ്യും. ഇനി ഇത് സേവ് ചെയ്യുക, ഈ സെറ്റിങ്സ് സേവ് ചെയ്യുക. ശേഷം കലണ്ടറിൽ കുറച്ച് ദിവസങ്ങളെ ലീവ്, എക്സാം പോലുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. ക്ലാസ് ദിവസം പച്ച നിറത്തിലും, മദ്രസ ലീവ് ഓറഞ്ച് നിറത്തിലും, സ്പെഷ്യൽ ലീവ് നേരത്തെ നിശ്ചയിച്ച അല്ലാത്ത ലീവുകൾ നീല നിറത്തിലും, അതുപോലെ പരീക്ഷകൾ ചുവന്ന നിറത്തിലുമാണ് കാണിക്കുക. ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ച് ദിവസങ്ങൾ ലീവായിട്ടും കുറച്ച് ദിവസങ്ങൾ സ്പെഷ്യൽ ലീവായിട്ടും കുറച്ച് ദിവസങ്ങൾ എക്സാം ആയിട്ടൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അതല്ലാത്ത ബാക്കി മുഴുവൻ ദിവസങ്ങളും ക്ലാസ് ലീവായിട്ട് തന്നെ കിടക്കുന്നതാണ്. ഇത്രയും ദിവസങ്ങൾ കലണ്ടറിൽ സെറ്റ് ചെയ്തു. ഇനി ഇത് മുഴുവൻ കുട്ടികളെയും ഈ മദ്രസയിലെ മുഴുവൻ ക്ലാസ്സുകളെയും ബാധിക്കുന്ന രീതിയിൽ ഇത് വരും. അതിനുവേണ്ടിയാണ് മദ്രസ കലണ്ടറിൽ ഈ രീതിയിലൊരു സംവിധാനമുള്ളത്. അടുത്തതായി സെറ്റിങ്സിലുള്ളത് അപ്രൂവൽ പേജാണ്. അതിനുശേഷം ഡാർക്ക് തീമാണ്. ഡാർക്ക് തീം ഓൺ ആക്കാനും ഓഫ് ആക്കാനുമാണ്. അതിനുശേഷം ബയോമെട്രിക് ലോഗിനാണ്. അതായത് ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ഫേസ് ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഓണാക്കി ഒന്ന് ഫിംഗർ പ്രിൻ്റ് നൽകി കൺഫേം ചെയ്യുക. അതോടുകൂടി പിന്നീട് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഓരോ തവണയും ലോഗിൻ ചെയ്യാൻ കൊടുക്കേണ്ടി വരികയില്ല. അത് ഓണാക്കി വയ്ക്കുന്നത് എളുപ്പമാണ്. പിന്നെ ഉള്ളത് ലോഗൗട്ട്. ലാംഗ്വേജിൻ്റെ സെക്ഷൻ ഇപ്പോൾ ഓണാക്കിയിട്ടില്ല. അതിനുശേഷം ലോഗൗട്ടാണുള്ളത്. ലോഗൗട്ട് ചെയ്ത് ബയോമെട്രിക് അതായത് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് നേരെ ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. ഇനി മാനേജ്മെൻറ്റിൻ്റെ പേജിലുള്ളത് പെർമിഷൻസ് എന്നൊരു സെക്ഷനാണ്. അതായത് ഓരോ ക്ലാസ്സും കൺട്രോൾ ചെയ്യാൻ ഏതൊക്കെ ടീച്ചേഴ്സിന് അനുമതി നൽകുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒന്നും അക്കൗണ്ട് ഈ മദ്രസയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആ വിഷയം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ക്ലാസ് 1 സെലക്ട് ചെയ്തു. അത് കൺട്രോൾ ചെയ്യേണ്ടത് ഇന്ന ടീച്ചറിനാണ് അനുവാദം കൊടുക്കേണ്ടത് എന്ന് നൽകാൻ സാധിക്കും. ഇത് മാനേജ്മെൻറ്റ് പെർമിഷൻ കൊടുക്കുന്നതാണ്. അടുത്തത് ഷെയർ ആണ്. ഷെയർ ചെയ്യുമ്പോൾ മദ്രസ റിപ്പോർട്ട്, ആബ്സെൻറ്റ് ലിസ്റ്റ്, ഈ 2 ഓപ്ഷൻസ് ആണുള്ളത്. അതായത് മദ്രസയിലെ മുഴുവനായിട്ടുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയ കുട്ടികളുടെ ലിസ്റ്റ്, ഈ 2 കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അത് ഒരു ദിവസത്തേത്, ഒരാഴ്ചത്തേത്, ഒരു മാസത്തേത്, അല്ലെങ്കിൽ കസ്റ്റമായി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് സെലക്ട് ചെയ്തു. അതുമുതൽ അടുത്തൊരു ഡേറ്റ് വരെയുള്ളത് കസ്റ്റമായി സെലക്ട് ചെയ്തു. ഈ രീതിയിൽ സെലക്ട് ചെയ്യുന്ന ഡേറ്റിലെ മദ്രസയുടെ മുഴുവൻ റിപ്പോർട്ട് അല്ലെങ്കിൽ മദ്രസയിലെ മുഴുവൻ ആബ്സെൻ്റ് ആയ കുട്ടികളുടെ റിപ്പോർട്ട് ഇത് PDF ആയി അല്ലെങ്കിൽ ഇമേജായി ഷെയർ ചെയ്യാൻ സാധിക്കും. അടുത്തത് എഡിറ്റ് ബട്ടണിൽ നിന്ന് ഒരു കുട്ടിയുടെ പേര് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ വരുന്ന ആ കുട്ടികളുടെ ലിസ്റ്റിൽ അതിലും എഡിറ്റ് ബട്ടൺ ഓപ്പൺ ആയാണ് ആദ്യമായി തുറക്കുമ്പോൾ വരിക. ഇതിലൊരു കുട്ടിയുടെ പേരുകളാണ് ലിസ്റ്റായി വരിക. അതിൽ കുട്ടിയുടെ പേരിന് നേരെ കാണിക്കുന്നത് ആ കുട്ടിയുടെ ഫീസിൻ്റെ അവസ്ഥയാണ്. പെൻഡിങ് അല്ലെങ്കിൽ അല്പം പേ ചെയ്തു അല്ലെങ്കിൽ മുഴുവനായി പേ ചെയ്തു. ഇത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടീച്ചർ സെലക്ട് ചെയ്യുക. ഇതനുസരിച്ച് രക്ഷകർത്താവിന് അറിയിപ്പ് കിട്ടുന്നതാണ്. ഈ വിഷയത്തിൻ്റെ രക്ഷകർത്താവിൻ്റെ നോട്ടിഫിക്കേഷൻ നൽകും.
ഈ ഒരു പെൻഡിങ് എന്നത് വരുന്നത് ഫീസിന് നമ്മൾ നിശ്ചയിച്ച ദിവസത്തിലാണ്. അടുത്തത് റിപ്പോർട്ട് സെറ്റപ്പാണ്. എഡിറ്റിന് ഇപ്പുറത്തുള്ള റിപ്പോർട്ട് സെറ്റപ്പ് എന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിൽ റിപ്പോർട്ട് എങ്ങനെ വരണമെന്നതാണ്. അത് പിന്നീട് നോക്കാം. മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ ഷെയർ ബട്ടനാണ്. ക്ലാസ്സിൻ്റെ മുഴുവൻ റിപ്പോർട്ട് ഷെയർ ചെയ്യാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, ഒരു മാസം, അല്ലെങ്കിൽ കസ്റ്റം ഡേറ്റിൽ, അല്ലെങ്കിൽ ആബ്സെൻറ്റ് ലിസ്റ്റ്, ഇതേ രീതിയിൽ ക്ലാസ്സിൻ്റെ മുഴുവനായിട്ടുള്ള റിപ്പോർട്ട് ഇതെല്ലാം PDF ആയും ഇമേജായും ഷെയർ ചെയ്യാൻ സാധിക്കും. അടുത്തത് സെറ്റിങ്സ്. ഈ പേജിൽ നിന്നുമുണ്ട്. അത് സാധാരണ സെറ്റിങ്സ് പേജിലേക്ക് തന്നെയാണ് പോവുക. ഇനി ഒരു ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയുടെ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് വരിക. അതിൽ മുകളിൽ കുട്ടിയുടെ പേര് കാണിക്കും. ഇത് ചേർന്ന് കുട്ടിയുടെ പ്രൊഫൈലാണുള്ളത്. അത് ഓപ്പൺ ചെയ്താൽ പ്രൊഫൈൽ കാണിക്കുന്നതാണ്. പിന്നെ പേജിൽ മുകളിലായിട്ട് ഈ കുട്ടി എത്ര ജുസുവും എത്ര പേജും പഠിച്ചു എന്നത് വരും. അത് സെലക്ട് ചെയ്യേണ്ടത് പ്രൊഫൈലിലാണ്. പ്രൊഫൈലിൽ നമ്മൾ സെറ്റ് ചെയ്തു 10 ജുസുവും 2 പേജും പഠിച്ചു എന്ന്. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ എത്ര ജുസു പഠിച്ചു എന്ന ഭാഗത്ത് ഇത് കാണിക്കും. ഇതിൽ പ്രൊഫൈലിൽ സെറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കുട്ടിയുടെ ഹിഫ്ല് ഡേറ്റ്, അതുപോലെ അഡ്മിഷൻ ഡേറ്റ്. രണ്ടാമതായി പ്രൊഫൈലിലുള്ളത് ടാർഗറ്റാണ്. അതായത് ഈ കുട്ടി എത്ര പഠിക്കണം എന്നത്. ഇപ്പോൾ ഒരു ദിവസത്തിൽ ഒരു പേജ് എന്നത് ആ രീതിയിൽ സെലക്ട് ചെയ്യുകയാണ്. ദിവസം, ആഴ്ച, മാസം, ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ടാർഗറ്റ് സെറ്റ് ചെയ്യാം. അത് പൂർണ്ണമായി മനസ്സിലാക്കി നമുക്ക് റിപ്പോർട്ട് തരുന്നതാണ്. ഇനി കുട്ടിയുടെ പേര്, അഡ്രസ്സ്, കോൺടാക്റ്റ് നമ്പർ. അതിൻ്റെ താഴെയാണ് നേരത്തെ പറഞ്ഞ അഡ്മിഷൻ ഡേറ്റും ഹിഫ്ല് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും. ഇത് ഏറ്റവും പ്രധാനമായും ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. ഇത് രണ്ടും സെറ്റ് ചെയ്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കുട്ടിയുടെ കലണ്ടർ വരുന്നതും അതുപോലെ ഈ കുട്ടി പഠിച്ച ഭാഗങ്ങൾ കാണിക്കുന്നതുമെല്ലാം ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. അഡ്മിഷൻ ഡേറ്റും ഹിഫ്ല് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റുമെല്ലാം സേവ് ചെയ്തു. ഈ ഒരു പ്രൊഫൈൽ സേവ് ആയിട്ടുണ്ട്. ടാർഗറ്റും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഹിഫ്ല് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും പഠിച്ച അളവും കാണിച്ചു. താഴെ ടാർഗറ്റ് ഒരു ദിവസം ഒരു പേജാണ് എന്നത് കാണിച്ചിട്ടുണ്ട്. ഇനി ടുഡേസ് റിപ്പോർട്ട്, ഇന്നത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഡേറ്റ് വെച്ച് കാണിക്കുന്നുണ്ട്. അതിൽ ഇന്നത്തെ റിപ്പോർട്ട് ആഡ് ചെയ്യാം. താഴേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ റിപ്പോർട്ടുകളും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലൊരു ദിവസത്തെ റിപ്പോർട്ട് ഓപ്പൺ ചെയ്താൽ അതിൽ പ്രസൻറ്റ്, ആബ്സെൻറ്റ്, ജുസു കംപ്ലീറ്റഡ്, റിവിഷൻ, ആബ്സെൻറ്റ് വിത്തൗട്ട് പെർമിഷൻ, ഇത്രയും കാര്യങ്ങളാണ് സെലക്ട് ചെയ്യാനുള്ളത്. ഇതിൽ അടിസ്ഥാനപരമായൊരു വിഷയം, ആബ്സെൻ്റ് എന്നതോ ആബ്സെൻ്റ് വിത്തൗട്ട് പെർമിഷൻ എന്നതോ എടുത്താൽ മാത്രമാണ് അന്നത്തെ ദിവസത്തെ ഹാജർ നഷ്ടപ്പെടുക. ഇതല്ലാത്ത വേറെ ഏത് സെലക്ട് ചെയ്താലും അന്നത്തെ ദിവസം ഈ കുട്ടിക്ക് ഹാജർ ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുക. ഇതാണ് അടിസ്ഥാനപരമായി ഇതിലെ ഒരു വിഷയം. ഇനി പ്രസൻറ്റ് എന്നതിലാണെങ്കിൽ സാധാരണ ദിവസങ്ങളിലെ പോലെ പാഠങ്ങൾ ആഡ് ചെയ്യാനാണ്. ഇതിൽ എന്തൊക്കെ പാഠങ്ങൾ വേണമെന്നത് റിപ്പോർട്ട് സെറ്റപ്പ് എന്നതിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് ക്ലാസ്സിൻ്റെ പേജിലുമുണ്ട്, അതുപോലെ ഒരു കുട്ടിയുടെ പേജ് എടുത്താൽ അതിലുണ്ട്. ക്ലാസ്സിൻ്റെ പേജിൽ നിന്ന് നമുക്ക് ഈ രീതിയിൽ പുതിയ പാഠത്തിൻ്റെ യൂണിറ്റ് എന്താണ്, ലൈനാണോ പേജാണോ അത് സെറ്റ് ചെയ്യാം. ജുസു പാഠത്തിൻ്റെ യൂണിറ്റ് എന്താണ്, ലൈനാണോ പേജാണോ, ഇതാണ് അവിടെ കാണിക്കുക ഓരോ കുട്ടിയുടേതിലും. അത് വേണമെങ്കിൽ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളും ഓരോ കുട്ടിക്കും പ്രത്യേകം മാറ്റാൻ സാധിക്കും. എന്നാലും കാണിക്കേണ്ടത് ഏതാണ് എന്നത് ഇവിടെ നിന്ന് കൊടുക്കാം. അടുത്തത് റിവിഷൻ, എത്ര എണ്ണം വേണം, അതായത് പഴയ പാഠങ്ങൾ ഓരോ കുട്ടികൾക്കും എത്ര എണ്ണം വേണം എന്നത് ഇവിടെ നിന്നും സെറ്റ് ചെയ്യാം. 2 പഴയ പാഠങ്ങൾ എന്നത് കൊടുത്തു. പഴയ പാഠത്തിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ്, പേജാണോ ജുസു ആണോ, ഇത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായി അവിടെ കാണിക്കുമെന്നേ ഉള്ളൂ. വേണമെങ്കിൽ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കും. ഈ രീതിയിലാണ് പഴയ പാഠത്തിൻ്റെ യൂണിറ്റും വരുന്നത്. അതിനുശേഷം ഇനേബിൾ ലേഡീസ് സ്പെഷ്യൽ ലീവ്, LSL, ലേഡീസ് സ്പെഷ്യൽ ലീവ്, ഇത് ബനാത്തുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ഓൺ ചെയ്താൽ ഒരു ദിവസം LSL എന്ന് സെലക്ട് ചെയ്താൽ അന്ന് പാഠങ്ങൾ ചേർക്കേണ്ടതില്ല, പക്ഷേ അന്ന് ഹാജർ ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം റേറ്റിംഗ്, അതുപോലെ പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എഴുതണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഈ മദ്രസയ്ക്ക് മുഴുവൻ ഈ ഒരു സ്റ്റൈല് സേവ് ആകും. ഇനി ഏതെങ്കിലും ക്ലാസ്സിന് മാറ്റണമെങ്കിൽ മാറ്റാം, ഒരു കുട്ടിക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഒരു കുട്ടിയുടെ റിപ്പോർട്ട് എടുത്തു, ആബ്സെൻ്റ് എന്നത് കൊടുത്താൽ
അവിടെ വേറെ ഒന്നും ചോദിക്കുന്നില്ല. LSL എന്നത് കൊടുത്താലും വേറെ ഒന്നും ചോദിക്കുന്നില്ല. ആബ്സെൻറ്റ് വിത്തൗട്ട് പെർമിഷനിലും മറ്റൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ LSL എന്നത് ആബ്സെൻ്റ് ആയിട്ട് കണക്കാക്കുകയില്ല, ഹാജറുള്ളതായിട്ടാണ് കണക്കാക്കുക. അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു ഓപ്ഷൻ പ്രത്യേകം നൽകിയിട്ടുള്ളത്. ഇനി പാഠങ്ങൾ നൽകുന്ന ദിവസങ്ങൾ, പാഠങ്ങളുള്ള ദിവസങ്ങൾ, പ്രസൻറ്റ്, ജുസു കംപ്ലീറ്റ് ചെയ്തത്, റിവിഷൻ, ഈ 3 രീതിയിൽ പാഠങ്ങളുടെ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ രേഖപ്പെടുത്താൻ സാധിക്കും. റിവിഷൻ ആണെങ്കിൽ ഒരു ദിവസം എത്ര ജുസു കേൾപ്പിക്കേണ്ടതാണ്, അതിൽ എത്ര കേൾപ്പിച്ചു എന്നത് ഇത് രണ്ടും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 4 ജുസു കേൾപ്പിക്കേണ്ടതിൽ 3 ജുസു എന്നത് സെറ്റ് ചെയ്ത് സേവ് ചെയ്താൽ റിവിഷൻ്റെ ദിവസമായി, ദൗറയുള്ള ദിവസമായിട്ട്, പുതിയ പാഠമില്ലാത്ത ദിവസമായിട്ട് സേവ് ആകും. ഇനി പ്രസൻറ്റ് എന്നത് സെലക്ട് ചെയ്താൽ അവിടെ എല്ലാ പാഠങ്ങളും രേഖപ്പെടുത്താൻ സാധിക്കും. പുതിയ പാഠത്തിൻ്റെ യൂണിറ്റ്, ലൈൻ എന്നത് അവിടെ സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് കാണിച്ചത്. വേണമെങ്കിൽ പേജ് എന്നതാക്കാം. ഇനി തെറ്റിയാണെങ്കിൽ ഏറ്റവും താഴെയുള്ള തെറ്റ് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ 13 ലൈൻ എന്നത് സെലക്ട് ചെയ്ത് സേവ് ചെയ്യാണ്. പ്രസൻറ്റ് എമൗണ്ട്, അതായത് ജുസു പാഠം 1 ജുസു, പഴയ പാഠം ഒന്നാമത്തേത്, അതിന് 1 എന്ന എമൗണ്ട് കൊടുത്തു. അതുപോലെ രണ്ടാമത്തെ പഴയ പാഠത്തിന് 10 പേജുകൾ എന്ന് കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ പഴയ പാഠം 1 ജുസു, രണ്ടാമത്തെ പഴയ പാഠം 10 പേജ്. റേറ്റിംഗ് വേണമെങ്കിൽ ഇത് ഓണാക്കിയിട്ട് എത്ര നല്ല രീതിയിൽ പാഠം കേൾപ്പിച്ചു എന്ന് കൊടുക്കാം. അങ്ങനെ സേവ് ചെയ്തു. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഒരു സമ്മറി, ഒരു ചുരുക്കം ഇവിടെ ഈ കുട്ടിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ചുരുക്കി കാണിക്കുന്നുണ്ട്. ഇതിൽ പുതിയ പാഠം 13 വരിയാണ്. ടാർഗറ്റ് 87%, അതായത് ഒരു പേജ് കേൾപ്പിക്കേണ്ടതിൽ 13 ലൈൻ എന്ന് പറയുമ്പോൾ അത് 87%. അതുകൊണ്ടാണ് 87% ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന് കാണിക്കുന്നത്. ഈ രീതിയിൽ ടാർഗറ്റ് പൂർണ്ണമായി മനസ്സിലാക്കി, ഇനി മന്ത്ലി ടാർഗറ്റാണ് കൊടുത്തെങ്കിലും അതെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് എത്ര ശതമാനമാണ് എന്ന് കാണിക്കും. അത് രക്ഷകർത്താവിന് കാണാൻ സാധിക്കുകയും ചെയ്യും. പൂർണ്ണമായും അത് മനസ്സിലാക്കി ചെയ്യുന്നതാണ്. ഇനി ജുസു കംപ്ലീറ്റഡ് എന്നതാണെങ്കിൽ അതിൽ പാഠങ്ങളെല്ലാം സേവ് ചെയ്യുന്നതിനോടൊപ്പം എത്രാമത്തെ ജുസുവാണ് കംപ്ലീറ്റ് ആക്കിയത് എന്ന് കൊടുക്കാം. അതനുസരിച്ച് മുകളിൽ പഠിച്ചതിൻ്റെ അളവ് തനിയെ മാറുന്നതാണ്. 11ാമത്തെ ജുസു കംപ്ലീറ്റ് ചെയ്തു എന്ന് കൊടുത്തു, മുകളിൽ 11 ജുസു പഠിച്ചു എന്ന് വന്നു. ഒരു ജുസു പൂർത്തിയായി കഴിഞ്ഞാൽ ആ ജുസു പൂർണ്ണമായി കേൾപ്പിക്കുക എന്നൊരു കാര്യമുണ്ട്. അത് പെൻഡിങ് ആണോ അതോ കംപ്ലീറ്റഡ് ആണോ, അതും കൂടി ജുസു കംപ്ലീറ്റഡ് എന്ന റിപ്പോർട്ട് കൊടുക്കുമ്പോൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ റിപ്പോർട്ട് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി ഓരോ കുട്ടിയുടെയും കലണ്ടറുണ്ട്. താഴെ നിന്നും കലണ്ടർ ഓപ്പൺ ചെയ്യാം. കലണ്ടർ ഓപ്പൺ ചെയ്താൽ അതിൽ ഈ മദ്രസയുടെ ലീവുകൾ, എക്സാമുകൾ അതെല്ലാം രേഖപ്പെടുത്തിയത് ഓരോ കുട്ടിയുടെയും കലണ്ടറിൽ കാണാൻ സാധിക്കും. അതുകൂടാതെ ഓരോ കുട്ടിയുടെയും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ചുരുക്കവും ഈ കലണ്ടറിൽ കാണാൻ സാധിക്കും. അതായത് ക്ലാസ് ദിവസം, മദ്രസ ലീവ്, സ്പെഷ്യൽ ലീവ്, എക്സാം എന്നത് മദ്രസ കലണ്ടറിൽ രേഖപ്പെടുത്തിയാണ്. ആബ്സെൻറ്റിൻ്റെ റെഡ് ഡോട്ട്, ഇത് ഡേറ്റിന് താഴെ ചെറിയ ഡോട്ടായിട്ട് വരും ആബ്സെൻറ്റ് ദിവസമാണെങ്കിൽ. പ്രസൻറ്റ് സാധാരണ പോലെ പാഠം കേൾപ്പിച്ചാണെങ്കിൽ ആ രീതിയിൽ ഒരു ഡോട്ട് കാണിക്കും. അതുപോലെ റിവിഷൻ, ജുസു കംപ്ലീറ്റഡ്, LSL ഇതിനെല്ലാം ഓരോ ഡോട്ട് പല കളറിൽ കാണിക്കും. ഇതിലൂടെ ആ കുട്ടിയുടെ ആ ദിവസങ്ങളിലെ മുഴുവൻ റിപ്പോർട്ട് കലണ്ടറിൽ നോക്കി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് ഹിഫ്ള് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്നാണോ അതുവരെയുള്ള കലണ്ടർ നമുക്ക് ഒരു കുട്ടിയുടെ പേജിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിലേത് ദിവസം വേണമെങ്കിലും സെലക്ട് ചെയ്ത് റിപ്പോർട്ട് ചേർക്കാനും ആ റിപ്പോർട്ട് കാണാനും സാധിക്കും. ഈ രീതിയിലാണ് കലണ്ടർ. ഇനി ഒരു ദിവസം സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ സാധാരണ രീതിയിൽ റിപ്പോർട്ട് ചേർക്കാനുള്ള എല്ലാ ഓപ്ഷൻസും അതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ റിപ്പോർട്ട് സെറ്റപ്പിൽ ഒരു കുട്ടിയുടേത് വേണമെങ്കിൽ മാറ്റാം. ഇതിപ്പോൾ ഫുൾ മദ്രസയ്ക്ക് വേണ്ടി ഒരു രീതി, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനൊരു രീതി, അല്ലെങ്കിൽ ഒരു കുട്ടിക്കൊരു രീതി, ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും റിപ്പോർട്ട് സെറ്റപ്പ് മാറ്റാനുള്ള റിപ്പോർട്ട് സെറ്റപ്പ് എന്നതാണ് രണ്ടാമതായി കാണിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ കുട്ടികളുടെ പേജിലും ഉണ്ട്, ക്ലാസ്സിൻ്റെ പേജിലും ഉണ്ട്. ഇനി എക്സ്പോർട്ട് PDF, അതായത് ഷെയർ ബട്ടണിൽ നിന്നും കുട്ടിയുടെ റിപ്പോർട്ട്, അത് ഒരു ദിവസത്തെ റിപ്പോർട്ട്, ഒരാഴ്ചത്തെ, ഒരു മാസത്തെ, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഡേറ്റിലെ റിപ്പോർട്ട് PDF ആയോ ഇമേജായോ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ. രണ്ടാമത്തത്
ഈ കുട്ടിയുടെ ഹാജർ പേഴ്സൻറ്റേജ്, അതായത് ഈ കുട്ടി എത്ര ആബ്സെൻ്റ് ആയി എന്നതിനെ കണക്കാക്കിയ ഒരു പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കും. അതിന് മുഴുവൻ ക്ലാസ് ദിവസങ്ങൾ എത്രയായിരുന്നു എന്നത് കൊടുക്കണം, അല്ലെങ്കിൽ അക്കാഡമിക് ഇയർ സെറ്റ് ചെയ്യണം. അപ്പോൾ മുഴുവൻ ക്ലാസ് അത് കലണ്ടറിൽ നിന്ന് ഇത്ര ദിവസമാണ് മുഴുവൻ ക്ലാസ് നടന്നതെന്ന് കൊടുത്താൽ അതിൽ ഇപ്പോൾ ആബ്സെൻ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് 100% ഹാജരെന്ന് കാണിക്കും. അതും ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ ഹാജർ പേഴ്സൻറ്റേജ് ഓരോ കുട്ടികളുടേതും എടുക്കാൻ സാധിക്കും. ഇനി ഒരു കുട്ടിയുടെ പേജിൻ്റെ ഏറ്റവും താഴെ പഴയ റിപ്പോർട്ടുകളുടെ എല്ലാം താഴെ ചേഞ്ച് ക്ലാസ് എന്നൊരു ഓപ്ഷനുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയെ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റുക എന്നതാണ്. ഇതിപ്പോൾ ക്ലാസ് 1 സ്റ്റുഡൻറ്റ് 1 മാറ്റുകയാണ്. ഇവിടെ ഇപ്പോൾ ക്ലാസ് 1 സ്റ്റുഡൻറ്റ് 1 മാറി ക്ലാസ് 2 മാറി. ഇവിടെ 2 സ്റ്റുഡൻറ്റ് 1 വന്നു. ആ കുട്ടിയുടെ മുഴുവൻ റിപ്പോർട്ടും ഇവിടേക്ക് വന്നു. അതാണ് പ്രത്യേകത. പഴയ എത്ര റിപ്പോർട്ടുണ്ടോ, പ്രൊഫൈലിൽ എന്തൊക്കെ ഉണ്ടോ എല്ലാ കാര്യങ്ങളും കൂടി പുതിയ ക്ലാസ്സിലേക്ക് മാറും. ആ രീതിയിൽ കുട്ടിയെ ക്ലാസ് മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലാസ് ചേഞ്ചിങ് ഓപ്ഷൻ ഉള്ളത്. ഇതും ഒരുപാട് ആവശ്യം വരുന്നൊരു കാര്യമാണ്. ഇനി ഒരു കുട്ടിയുടെ പ്രൊഫൈലിൽ ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പേജ് വരിക. ഒരു കുട്ടിയുടെ പേരിന് മുകളിൽ ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രൊഫൈൽ വരിക. ഇതിൽ സാധാരണ പ്രൊഫൈലിനോടൊപ്പം ഫീസിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വരും. അതായത് ഓരോ മാസങ്ങളിലേതും ഒരു വർഷത്തിലെ ഓരോ മാസങ്ങളിലേതും നമുക്ക് നേരത്തെ രേഖപ്പെടുത്താൻ സാധിക്കും, പെയ്ഡ് ആണോ അതുപോലെ പെൻഡിങ് ആണോ എന്ന്. ഇത് കുറേ മാസത്തെയൊക്കെ പെൻഡിങ് ആണെങ്കിൽ അത് രേഖപ്പെടുത്താൻ വേണ്ടി ഈ ഒരു ഓപ്ഷൻ സഹായകരമാകും. ഇപ്പോഴത്തെ മാസത്തേതാണ് ആ കുട്ടിയുടെ പേരിന് നേരെ കാണിക്കുന്നത്. പഴയ മാസങ്ങളിലേത് അതിൽ നിന്ന് മാറ്റണം. ഇനി ഈ കുട്ടിയെ പഴയ ക്ലാസ്സിലേക്ക് തന്നെ ഒന്ന് മാറ്റിയിട്ട് ക്ലാസ് 1 സ്റ്റുഡൻറ്റ് 1 തന്നെ ആക്കിയിട്ട് ഈ കുട്ടിയുടെ ഫീസിൻ്റെ വിഷയത്തിൽ ഒരു കാര്യം മാറ്റി നോക്കാം. ഇത് പേരൻറ്റിനെ കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കുട്ടി ജനുവരി മുതൽ മാർച്ച് വരെ പെയ്ഡാണ്, ഏപ്രിലിലെ പകുതി അടച്ചു, മെയ്യിലെ മുഴുവൻ പെൻഡിങ് ആണ്. ഇങ്ങനെയാക്കി സേവ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ മെയ്യിലെ അവസ്ഥ മാത്രമാണ് ഇവിടെ പെൻഡിങ് എന്ന് കാണിക്കുന്നത്. ബാക്കി മാസങ്ങളിലേത് ഉൾപ്പെടെ പേരൻറ്റിന് കാണാൻ സാധിക്കും. ഇവിടെ കുട്ടിയുടെ പേരിന് താഴെ തന്നെ ചെറിയ രീതിയിൽ പാഠങ്ങളുടെ ഒരു സമ്മറി ഉണ്ട്. പുതിയ പാഠം, ജുസു പാഠം, റിവിഷൻ 1 1 ജുസു, റിവിഷൻ 2 10 പേജ്. അതിന് താഴെ പേരൻറ്റ് ഈ റിപ്പോർട്ട് കണ്ടോ ഇല്ലയോ എന്നൊരു കാര്യവും കൂടി മനസ്സിലാകും. പേരൻറ്റ് നോട്ട് ഓപ്പൺഡ് എന്ന് ഇപ്പോൾ ഉണ്ട്. ഇനി പേരൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇതെടുത്ത് വ്യൂ എന്നത് നൽകി ഓപ്പൺ ചെയ്താൽ ഇവിടെ പേരൻറ്റ് ഓപ്പൺ ചെയ്തു എന്നും സമയവും കാണിക്കും. അത് ഈ ഒരു പേജിലും പേരൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നത് കാണാനുള്ള ഓപ്ഷനുണ്ട്. മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഒരു ടീച്ചറിനെ അപ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ അപ്രൂവൽ പേജിൽ ടീച്ചർ നൽകുന്ന 6 ഡിജിറ്റ് കോഡ് നൽകി ലുക്കപ്പ് നൽകുക, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് വരും. പേര്, റോള്, അതുപോലെ ഇമെയിൽ ID ഇത്രയുമാണ് കാണിക്കുന്നത്. ഈ അധ്യാപകനെ ഏത് ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചർ ആക്കണം എന്നത് ആദ്യം സെലക്ട് ചെയ്യാം. പ്രൈമറി ക്ലാസ് ടീച്ചർ ഓഫ് ക്ലാസ് 1. ഇനി മറ്റേതെങ്കിലും ക്ലാസ്സുകളുടെ പെർമിഷൻ ഈ അധ്യാപകന് നൽകണമെങ്കിൽ അതിവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതും കൂടി നൽകി അപ്രൂവ് ചെയ്താൽ ആ അധ്യാപകൻ്റെ അക്കൗണ്ട് അപ്രൂവ് ആകുന്നതാണ്. ഈ ക്ലാസ്സിനെ നിയന്ത്രിക്കാനുള്ള രീതിയിലേക്ക് ആ അധ്യാപകൻ്റെ അക്കൗണ്ട് അപ്രൂവ് ആകുന്നു.